കുഞ്ഞാപ്പി ഇതേ ഈ സൂത്രം എങ്ങനെയുണ്ടെന്ന് നോക്കിട്ടൊന്ന് പറഞ്ഞേ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഈ ചക്കവരട്ടി എളുപ്പത്തിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കെന്നാൽ പോയാലോ ചക്ക വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഇതിന് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടിയത്: ചക്കയും ശർക്കരയും നെയ്യും. നമുക്കെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചക്ക. ഞാൻ വരിക്ക ചക്കയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിപ്പോൾ 1 കിലോഗ്രാമോളം ഉണ്ട് ഈ ചക്ക. ഇത് നമുക്കൊന്ന് ജാറിലേക്ക് ഇട്ട് നല്ല അരച്ച് ഫൈനാക്കി എടുക്കാവേ. ഇതിപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമ്മളങ്ങനെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തെടുക്കുന്ന ശർക്കരയാണ്. ശർക്കര ഇത് 1/2 കിലോഗ്രാമോളം ഉണ്ട്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. അതിനൊരു പാത്രത്തിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി നമുക്ക് ഉരുക്കിയെടുത്തേക്കുന്ന ഈ ശർക്കര ലായനി നമുക്കൊന്ന് സ്റ്റെയിനറിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. അന്നേരം അതിനകത്ത് പൊടിയും അഴുക്കും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അതിനുവേണ്ടി നമുക്കതൊന്ന് അരിച്ചിട്ടെടുക്കാവേ. ഇനി അടുത്തത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചക്കയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചക്കയും നെയ്യും നന്നായിട്ട് മിക്സ് ആകണം. ആ നെയ്യ് ചക്കയിലിട്ട് നന്നായിട്ട് അലിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചക്കയും ശർക്കരയും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ നന്നായിട്ട് ഇതിന് ബബിൾസ് വരും. അന്നേരം ഇത് ഇങ്ങനെ തെറിച്ച് വീഴും. അന്നേരം നല്ല നീളമുള്ള തവി വേണം ഉപയോഗിക്കാനായിട്ട്. അതാണ് ഞാൻ ആദ്യത്തെ തവി മാറ്റി വേറെ ഒരു തടിയുടെ തവി എടുത്തത്. ഇപ്പം നമ്മുടെ ചക്ക വരട്ടിയത് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ്. നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചക്കയുടെ ഫ്ലേവർ മുമ്പിൽ നിൽക്കും. എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഏലക്കാപ്പൊടി ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ നമ്മൾ ചക്ക സീസണൊക്കെ വരുമ്പോഴത്തേനും ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കയില്ലാത്ത ടൈമിലും ചക്ക കുമ്പിളോ അല്ലെങ്കിൽ ചക്ക പായസമോ പിന്നെ ചൂട് അരിപ്പുട്ടിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ചക്ക വരട്ടിയതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ജാമിന് പകരമായിട്ടും ഇത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് അതിനും. അന്നേരം എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും എടുത്ത് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അന്നേരം എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ടോട്ടൽ 4 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തിങ്ങെടുക്കുക. അന്നേരം നന്നായിട്ട് അതങ്ങ് പാനിയിൽ നിന്ന് വിട്ട് വരും. നമ്മൾ അധികമായിട്ട് നെയ്യൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്.
അപ്പം നമ്മൾ 4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇതാണ് ചക്ക വരട്ടിയതിൻ്റെ പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ ചൂടാറി കഴിഞ്ഞ് ദേ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. ചക്ക കിട്ടിയാൽ വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. മധുരമൊക്കെ കറക്റ്റാണ്. ആ ചക്കയുടെയൊക്കെ ടേസ്റ്റ് പെർഫെക്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടിപൊളി സൂപ്പർ ചേച്ചി.